തലസ്ഥാനത്തെ ആശാവർക്കർമാരുടെ സമരം 18ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പ്രതിഷേധം ശക്തമാക്കാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം. വിവിധ ജില്ലകളിൽ കളക്ടറേറ്റ് മാർച്ചും വരുന്ന തിങ്കളാഴ്ച നിയമസഭാ മാർച്ചും സംഘടിപ്പിക്കും. ആലപ്പുഴയിൽ ആശമാരുടെ കളക്ടറേറ്റ് മാർച്ചിന് ബദലായി CITU മാർച്ച് നടത്തും. സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോണും ആലപ്പുഴയിൽ നിന്നും ദേവൻ MP-യുമാണ് ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്തെ സ്ഥിതികൾ വിലയിരുത്താനായി ഹാൻസ് ജോണിലേക്ക് പോകാം. ഹാൻസ്, ഇപ്പോൾ 18 ദിവസം നീണ്ടു നിൽക്കുന്ന സമരം, വളരെ ശക്തമായിട്ടുള്ള സമരമാണ് നമ്മൾ അവിടെ കണ്ടത്. ഇന്നും ഏത് രീതിയിലാണ് അവർ സമരത്തിൽ മുന്നോട്ട് പോകുക? ആരൊക്കെയാണ് അവർക്ക് പിന്തുണ അറിയിക്കാനായി ഇന്ന് സമരപന്തലിലേക്ക് എത്തുക? പ്രിയപ്പെട്ട മക്കൾ, സ്വാതി, ആശാവർക്കർമാരുടെ സമരം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വേണം പറയാൻ. അതിനോടൊപ്പം തന്നെ തിരിച്ചും ശക്തമായ രീതിയിൽ തന്നെ സമരത്തിനെതിരെ സർക്കാരും പ്രതിരോധം തീർക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫ് സമരസമിതി നേതാവായിട്ടുള്ള യസ്മിനിക്ക് ഒരു കത്ത് അയച്ചിരുന്നു. തനിക്കെതിരെ മന്ത്രിയുടെ ഭവനത്തിൽ വന്നപ്പോൾ മന്ത്രിയെ കാണാൻ കഴിയില്ല എന്ന് താൻ പറഞ്ഞതായി ചൂണ്ടിക്കാണിച്ച് ഒരു പ്രസ്താവന യസ്മിനി നടത്തിയിരുന്നു. ഇതുമായി ചൂണ്ടിക്കാണിച്ച് ഈ ആരോപണം തെറ്റാണെന്ന് കാണിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ജോർജ് ജോസഫ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചത്. ഇതിനിപ്പോൾ നിലവിൽ സമരസമിതി നേതാവ് മറുപടി നൽകിയിരിക്കുകയാണ്. ഈ മറുപടി പ്രകാരം തെറ്റായ ആരോപണങ്ങളൊന്നും താൻ ഉയർത്തിയിട്ടില്ലെന്നും പരാതിക്കാരനായ ജോർജ് ജോസഫ് ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് മന്ത്രി മന്ദിരത്തിലെത്തപ്പോൾ മന്ത്രിയെ കാണാൻ കഴിയില്ലെന്ന് ജോർജ് ജോസഫ് പറഞ്ഞതായി ഉള്ള കാര്യങ്ങൾ, താൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നും യസ്മിനി വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ കേസുമായി, ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട് മാപ്പ് പറയില്ലെന്നും ഇനിയും ജോർജ് ജോസഫിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം നടപടികൾ ഉണ്ടായാൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും നിലവിലുള്ള ആശാവർക്കർമാരുടെ സമാധാനപരമായ സമരത്തെ ഭീഷണിപ്പെടുത്താനുള്ള തന്ത്രമാണ് നോട്ടീസെന്നും മറുപടിയിൽ പറയുന്നു. ഇതിനോടൊപ്പം തന്നെ ആശാവർക്കർമാർ നിലവിൽ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം, സംസ്ഥാനത്തുടനീളം ഈ സമരം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ CPM CITU നേതാക്കൾ വീട് കയറി ആശാപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയാണെന്നുള്ള ഒരു ആരോപണം കൂടി ഈ ആശാവർക്കർമാർ ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. വീട് കയറി CPM നേതാക്കൾ തങ്ങളാണ്. തലസ്ഥാനത്ത് ആശാവർക്കർമാർ നടത്തുന്ന സമരം 18ാം ദിനത്തിലാണ്. വലിയ തരത്തിലുള്ള സമരം ആയിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. പ്രതിരോധിക്കാൻ സർക്കാരും രംഗത്തുണ്ട്. ആ വിവരങ്ങളാണ് ഹാൻസ് നൽകിയത്.